എടാ പാർട്ടിക്ക് വാടാ, നമുക്ക് അടിച്ചു പൊളിക്കാം. എടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ആ ക്ലയൻറ്റ് വരെയുള്ള ഡിന്നർ ഒഴിവാക്കാൻ പറ്റത്തില്ല. പ്രമോഷൻ്റെ കാര്യമായതുകൊണ്ടാണ്. പോടാ നീ നിന്റെ ഒരു ക്ലൈൻറ്റ്, ഞാനും സുജിത്തോട്ട് പോയി അടിച്ചു പൊളിച്ചോളാം. സുജിത്തുണ്ടല്ലോ, നിങ്ങൾ രണ്ടും കൂടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ഞാൻ ആ ക്ലയൻറ്റിനെ ഒന്ന് സോപ്പിട്ട് കിടത്തട്ടെ. അല്ല, എനിക്ക് അറിയാൻ മേലാത്തത് ഞാൻ ചോദിക്കട്ടെ, ഈ സുജിത്ത് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ടാണ്, ഞാനാണ് താങ്കളെ പരിചയപ്പെടുത്തിയത്. പിന്നെ എങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ തമ്മിൽ പരിപാടി കണക്റ്റ് ആയി? നോ ഐഡിയ. ഇനിയേ ഡിന്നറിന് പോണതൊക്കെ കൊള്ളാം, പക്ഷേ അതിനിടയിൽ എന്നെ മറക്കണമെന്ന് തോന്നിയാൽ മറക്കരുത്. അതാ യു പൊസസീവ് ഗൈ. എന്തൊക്കെയായിരുന്നു, ചക്കയാണ് തേങ്ങയാണ്, ഞാൻ പ്രോഗ്രസീവ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. പ്രോഗ്രസീവായിട്ടുള്ളൊരു ഗായിയൊക്കെയാണ്, പക്ഷെ എന്നിരുന്നാലും അങ്ങനെ മറക്കരുതെന്ന് പറയായിരുന്നു. ഓ അല്ല, എന്നെ കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇനി 4 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും നിന്നെ മറന്നിട്ടുണ്ട്? അതില്ല. അപ്പൊ പിന്നെ ഇനി മറക്കത്തില്ല. ആണോ? ആണോ? മറക്കില്ലേ? ഹലോ 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 ഹലോ, കതോർക്ക്. എന്റെ പൊന്ന് വെച്ചെങ്കിലും ബഹളം വെക്കല്ലേ, എന്നതാ ഇതെന്നെ ഇത്ര നേരമായിട്ട് റെഡിയാ വന്ന് നിൽക്കുന്നേ? പോ, ഓടിപ്പോ റെഡി ആയിട്ട് വന്നേ. നമുക്ക് പോകണോ? ആ നമുക്ക് എന്തായാലും വേണം. ഗോ, പോ, ഓടിപ്പോ. അപ്പൊ ശരിക്കും രാഹുൽ വരുന്നില്ലേ? അവനെന്തോ ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ട് വരുന്നില്ല. അല്ല, എങ്കിൽ പിന്നെ പോണോ? പാർട്ടി അടുത്ത ആഴ്ച ഉണ്ടാവുമല്ലോ. നടക്കത്തില്ല സുധേ, നടക്കത്തില്ല. മുന്നോട്ട് വെച്ചാലും മുന്നോട്ട്. അങ്ങോട്ട് വണ്ടി എടുത്തേ. ശല്യം. ആ പോട്ടെ. എടി ഫുഡ് കഴിക്കാൻ പോവാ. എടി എനിക്ക് വിശക്കുന്നില്ല, നീ പോയി കഴിച്ചോ. നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. എനിക്ക് വിശക്കാത്തോണ്ടാ, നീ പൊക്കോ, ഞാൻ വന്നേക്കാം. ഉറപ്പാ? എന്താ മോളെ നിന്റെ പ്രശ്നം? എന്നോട് പറ. നീ രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതാ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. മതി ഇപ്പൊ തന്നെ ഓറായി. അന്ന് പാർട്ടി കഴിഞ്ഞ് ഞാൻ സുജിത്തിൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ വെച്ച് എനിക്ക് ബോധം കൂടിയില്ല ഞാൻ എന്താ ചെയ്തതെന്ന്. പക്ഷെ ഞങ്ങൾ സെക്ഷുവലി ഇൻവോൾവ് ആയി. സുജിത്തായിട്ടോ? എടി, പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഇത് രാഹുലിനറിയോ? എനിക്ക് അവനെങ്ങനെ ഫേസ് ചെയ്യേണ്ടതെന്നുകൂടി അറിഞ്ഞുകൊണ്ടടി. നീ എന്തായാലും സമാധാനമായിട്ടിരിക്കേ. എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്നുകൂടി അറിഞ്ഞൂടാ. എന്തായാലും നടക്കാനുള്ളതൊക്കെ നടന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്തായാലും രാഹുലിനോട് പോയി പറ. എന്നിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തും. നീ പേടിക്കണ്ടടാ, നിൻ്റെ കൂടെ ഞാനില്ലേ. നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാം. നേരത്തെയാണല്ലോ. ഇതുപറ്റി സുഖമില്ലേ? മോക്ക് വല്ലാണ്ടിരിക്കുന്നല്ലോ. എന്താടോ? എന്തോ പറ്റി? ഓയ് എന്താ? എടാ, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താണോ? ഓഫീസിൽ തന്നെ പ്രശ്നം ഉണ്ടായോ? അന്ന് ഞാൻ സുജിത്തോടെ പാർട്ടിക്ക് പോയില്ലേ? പോയപ്പോൾ എടാ, എൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അന്ന്
ഞങ്ങൾ സെക്ഷലി ഇൻവോൾവ് ആയി. എനിക്കെന്താ നിൻ്റെ അടുത്ത് പറയണ്ടെന്ന് അറിയില്ല. അതെൻ്റെ എൻ്റെ മിസ്റ്റേക്കാണ്. പക്ഷേ എനിക്ക് ബോധം കൂടി ഉണ്ടായിരുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേട്ടോളാം. നീ വഴക്കും അറിയോ തല്ലോ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ. സോറി. വർഷ, നമ്മൾ തമ്മിലിപ്പോൾ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് 4 വർഷമായല്ലേ. ഈ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഒരുമിച്ചൊരു തീരുമാനം എടുത്തിരുന്നു. ഇതൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും, നമുക്കിടയിൽ മൂന്നാമതൊരാൾ വരില്ല. സുജിത്തിനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തുമ്പോഴും എനിക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട ഒരിക്കലും അത് കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കിനി തന്നോട് പഴയ പോലെ ആവാൻ പറ്റും തോന്നണില്ല. ഒരു കാര്യം തന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. താൻ ഇപ്പോഴെങ്കിലും അതൊക്കെ പറഞ്ഞല്ലോ എന്നോട്. തനിക്ക് തൻ്റെ ലൈഫ് ഇഷ്ടം പോലെ തനിക്ക് ജീവിക്കാം. എടാ, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കുറച്ച് അധികം നാൾ നീ എൻ്റെ ഓർമ്മയിലുണ്ടാവും. പോട്ടെ.